Watch India's largest kids library only on Jio Hotstar. Download the app now. ആരാണ് എടോ ആരാണ്? എന്ത് നല്ല കുഞ്ഞുങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഈ കിളിക്കൂട് എവിടുന്നേലും വന്ന് വീണതായിരിക്കും. വരൂ മക്കളെ അകത്തോട്ട്. എന്റെ മോട്ടോ, ഇത്രയും ചെറിയ പക്ഷികളെ നീ എവിടെന്നാ കൊണ്ടുവന്നത്? പത്തുലു, പക്ഷേ ഇവറ്റകൾ അങ്ങനെ പുറത്തു വിടാൻ പറ്റൂലല്ലോ. പത്തുലു, പുറത്ത് ഭയങ്കര പട്ടികളൊക്കെ ഉള്ളതല്ലേ. അതൊക്കെ ഇവറ്റകൾ ജീവിക്കാൻ അനുവദിക്കില്ല. നമുക്ക് ഇതിന് ഭക്ഷണം വല്ലതും കൊടുക്കാം. വരൂ. പക്ഷെ ഇത് ഇത്ര ചെറുതല്ലേ മോട്ടു, നമ്മൾ എന്താ കഴിക്കാൻ കൊടുക്കുക? കുരുവികൾക്ക് ആവശ്യമുള്ള തീറ്റ വേണോ? വാങ്ങിക്കോളൂ, വാങ്ങിക്കോളൂ. മോട്ടു, നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയല്ലോ. പത്തുലു, ഞാൻ ആ ധാന്യം വാങ്ങിച്ചോണ്ട് വരാം. ഇല്ലെങ്കിലേ അവൻ പൊക്കളയും. ധാന്യം വിൽക്കുന്ന ചേട്ടാ, എനിക്ക് പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ധാന്യം വേണമായിരുന്നു. വാങ്ങിക്കോളൂ, വാങ്ങിക്കോളൂ. ഇതുപോലത്തെ നല്ല തീറ്റ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. നിങ്ങളുടെ കുരുവികൾക്ക് ഇതിൽ നിന്ന് കുറച്ച് കൊടുത്താൽ മതി. പിന്നെ നോക്കൂ, കുറച്ചു നേരത്തിനകം സത്യമാണോ? എന്നാ പിന്നെ വേഗം എനിക്ക് ഈ ധാന്യം തരൂ. വേഗം തരൂ. കഴിക്ക് മക്കളെ, കഴിക്ക്. നാണിക്കണ്ട മക്കളെ, കഴിച്ചോ, നല്ലോണം കഴിച്ചോ. മോട്ടു, ഈ പക്ഷികൾ നമ്മുടെ വീടിനകത്ത് സേഫായി ഇരുന്നോളും. വരൂ, നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിട്ട് വരാം. കുരുവികളെ, നമുക്ക് പോയാലോ? കുരുവികളെ വരൂ. ജോണാകാൻ പോകുന്നു ഡോൺ, ജോണാകാൻ പോകുന്നു ഡോൺ. നമ്പർ 1, നമ്പർ 2, നിങ്ങൾ രണ്ടുപേരും മോട്ടു പത്ലുവിന്റെ നല്ല കുട്ടികളെ പോലെ ഇരിക്കണം, മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ നിന്നും എന്തെങ്കിലും എടുത്തിട്ട് പോണ്ടേ? മോട്ടു, എന്തിനാ ഇങ്ങനെ മേലേക്കും താഴേക്കും കടന്ന് ചാടി കളിക്കുന്നത്? എന്റെ മോട്ടു, ഈ ചെറിയ പക്ഷി കുഞ്ഞുങ്ങൾ എങ്ങനെ ഇത്രയും വലുതായത്? പത്തുലു, ആ ധാന്യം വിൽക്കുന്നവൻ പറഞ്ഞിരുന്നു ഇതൊരു പ്രത്യേകതരം ധാന്യമാണെന്ന്. ഇത് ശകലം മാത്രം കഴിച്ചാൽ മതി, നല്ല വളർച്ച ഉണ്ടാവുമെന്ന്. എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് ധാന്യങ്ങൾ ഇവറ്റകൾക്ക് കൊടുത്തത് കൊണ്ടായിരിക്കും ഈ 2 പക്ഷിക്കുഞ്ഞുങ്ങളും പെട്ടെന്ന് ഇത്രയും വലുതായത്. ഇല്ല ഇല്ല, ഞാൻ നിങ്ങളെ ഒരിക്കലും പട്ടിണിക്കിടില്ല മക്കളെ. പത്തുലു, ഇവർക്ക് കഴിക്കാൻ വല്ലതും വേഗം കൊടുക്കണം. പത്തുലു, നീ ചെന്ന് കിച്ചണിൽ നിന്ന് വേഗം ഡാലും ചോറും ഒക്കെ എടുത്തോണ്ട് വാ. നമുക്ക് അത് കഴിക്കാൻ കൊടുക്കാം. എന്റെ മോട്ടു, നിന്റെ ഇഷ്ടപ്പെട്ട കുട്ടികൾ ആദ്യം തന്നെ വന്ന് ഇതൊക്കെ തിന്ന് തീർത്തിരിക്കുന്നു. പക്ഷേ പത്തുലു, ഇവറ്റകൾക്ക് വിശക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. വരൂ, വേഗം ചെന്ന് മാർക്കറ്റിൽ പോയി വല്ലതും മേടിച്ചോണ്ട് വരാം. ഇന്നാ കഴിച്ചോളൂ. എന്റെ മോട്ടു, ഇതിന് നല്ല വിശപ്പുണ്ട്. ഇത്രയും വലിയ പക്ഷിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണമെങ്കിലേ നമ്മൾ വല്ല മോഷണത്തിനോ പോകേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഇതാണെങ്കിൽ വലുതായിക്കൊണ്ടിരിക്കുക. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇതിനെ കാട്ടിൽ കൊണ്ടുപോയി വിട്ടാലോ? അയ്യോ, എന്റെ പത്തുലു, ഇവറ്റകളുടെ
മുഖത്തോട്ടൊന്ന് നോക്കിക്കേ, എത്ര പാവങ്ങളാന്ന് കണ്ടില്ലേ? ആ കൊടുങ്കാട്ടിൽ ഇവരെ ആര് ശ്രദ്ധിക്കുന്ന പറയുന്നത്? മോട്ടു, നീ നിന്റെ മനസ്സ് വിടരുത്. ഇവരെ നമുക്ക് കാട്ടിൽ കൊണ്ടുപോയി വിട്ടേ പറ്റൂ. ശരി പത്തലു, നീ പറയുന്നത് പോലെ ചെയ്യാം. പൊന്നു മക്കളെ, നമുക്കെല്ലാവർക്കും ഒന്ന് കറങ്ങിയച്ച് വന്നാലോ? മക്കളെ, ഇതാണ് കാട്. ഇവിടെയാവുമ്പം എത്ര ദൂരം വേണമെങ്കിലും പറന്ന് കളിക്കാം. മുകളിലോട്ട് നോക്കിയാൽ ആകാശം കാണാം. ഈ കാട്ടിനുള്ളിൽ ഒരുപാട് പഴങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം, കളിക്കാം, കുളിക്കാം, ചിരിക്കാം. എന്ത്? അച്ഛനോ? പത്തലു, കേട്ടോ നീ? കുഞ്ഞുങ്ങൾ എന്നെ അച്ഛാന്ന് വിളിച്ചു. ഞാനിവരെ ഇവിടെ ഉപേക്ഷിക്കില്ല. ആ കേട്ടു. പക്ഷെ ഇപ്പൊ നമുക്ക് ഇമോഷൻ ആവാനുള്ള സമയമല്ല ഇത്. ഇവരെ വീട്ടിലേക്ക് കൊണ്ടുപോയാലേ ഇവർക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കാനായി നമ്മുടെ കയ്യിൽ ഒരു സാധനവും ഇല്ല അവിടെ. കുട്ടികളെ, ദേ അങ്ങോട്ട് നോക്ക്. ഞങ്ങളുടെ പുറകിൽ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾ ഒന്നിനും വിഷമിക്കണ്ട. അവറ്റങ്ങൾ ഇവിടെ വരട്ടെ, ഞാൻ അതിനെ ചെക്ക് ചെയ്യാം. അതെ, പൊളിച്ചെടുത്തല്ല ഡോക്ടർ ചട്ക. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും വലിയ കിളികളെ ഞാൻ കണ്ടിട്ടേ. കണ്ടുപിടിച്ചു. നിങ്ങൾ ഈ പക്ഷികളെ കണ്ട് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇത് രണ്ടും പക്ഷികളെ അല്ല. ആ വേഷത്തിന്റെ അകത്ത് നമ്പർ 1, നമ്പർ 2 ഉള്ളത്. മോട്ടു, നീ തന്നെ ഇങ്ങ് വന്ന് നോക്ക്. അതെ, ജോൺ എന്റെ വികാരങ്ങളെയാണ് തൊട്ട് കളിച്ചത്. ഇതിന് കൂട്ടുനിന്ന് ഇവരെ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഒരു മിനിറ്റ് നിൽക്കും മോട്ടു. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ചില സമയങ്ങളിൽ കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല. അപ്പൊ ഇവരെ രണ്ടുപേരെയും വെറുതെ വിടാനാണ് നീ പറയുന്നത്? എങ്കിൽ വേഗം ആലോചിക്കൂ. കാരണം വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? വേഗം ഐഡിയ കേൾക്കൂ. വന്നല്ലോ. എന്റെ മക്കൾ ദേ വീണ്ടും വന്നു. വരൂ മക്കളെ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കേ. പത്തലോ, നീ എന്ത് വേണേലും പറഞ്ഞു. പക്ഷെ എന്റെ ഈ 2 മക്കളെ ഞാൻ ആർക്ക് വേണ്ടി എവിടെ ഉപേക്ഷിക്കില്ല. എന്റെ അമ്മയാണ് സത്യം. വലിയേട്ടാ, എന്റെ മക്കൾക്ക് കഴിക്കാൻ വല്ലതുണ്ടെ കൊടുക്ക്. ചേടാ മോട്ടു, നീ എന്റെ ചങ്ക, എന്റെ ബ്രോ അല്ലേ? അത് നിന്റെ കുട്ടികളാണെങ്കിൽ അത് എന്റെയും കുട്ടികളാണ്. ഇവറ്റകൾ വെയിലത്ത് അലഞ്ഞു തിരിഞ്ഞു വന്നതല്ലേ, അവർക്ക് നല്ല താകമുണ്ടാവും. ഞാൻ അവർക്ക് ആദ്യം വെള്ളം കൊടുക്കാം. അതേ, ചേട്ടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങളുടെ കുട്ടികൾക്ക് ബോഡിയിൽ എന്തോ ലീക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അവർക്ക് ഓപ്പറേഷൻ ചെയ്യണം. പിന്നെ എല്ലാം ശരിയാകും. അതെ, എന്റെ മക്കളെ, നിങ്ങൾ ഇത് എങ്ങോട്ടേക്കാ ഓടുന്നത്? മക്കളെ, ഇത് നിങ്ങളുടെ അച്ഛനാണ്. അച്ഛൻ ജോൺ. എന്റെ പക്ഷിക്കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചോണ്ട് വരാൻ നിന്നോട് ആരാണ് പറഞ്ഞത്? പറയടാ. ഞാനൊന്നും കട്ടിട്ടില്ല. അവറ്റകളാണ് ഈ സ്ഥലത്തേക്ക് വന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. കള്ളം പറയുന്നു നീ. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പാലും തേനും കൊടുത്ത് വളർത്തി വലുതാക്കിയപ്പോ നീ കേറി വന്ന് അടിച്ചു മാറ്റി കൊണ്ടുവരാണോ? ഞാൻ നിന്നെ വെറുതെ വിടൂലടാ. കാണിച്ചേരടാ. നീ എന്റെ കുഞ്ഞുങ്ങളെ മോഷ്ടിക്കൂടാ. പറയടാ. വേണ്ട. കുട്ടികളെ, ഇനി ജോൺ എങ്ങാനും നിങ്ങളെ വിളിച്ചോണ്ട് പോയെന്നിരിക്കട്ടെ. നിങ്ങൾ എന്നെ സ്നേഹിച്ചത് സത്യമാണെങ്കിൽ ഈ ജോണിനെ നിങ്ങൾ വെറുതെ വിടാൻ പാടില്ല. എങ്കിൽ മാത്രമേ ഇനി നമുക്കിടയിൽ ഇവൻ കേറി വരാതിരിക്കുകയുള്ളൂ. ആ അതെ അതെ, മോട്ടു പറഞ്ഞത് ചെയ്തില്ലെങ്കിലേ ഡോക്ടർ ചട്ക നിങ്ങളെ ഇപ്പൊ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും. സമ്മതമാണോ? വേണ്ട വേണ്ട, ഇതിന് മേലെ താങ്ങില്ലല്ലോ.
നമ്പർ 1 നമ്പർ 2 വേണ്ട ഇവർക്ക് നിങ്ങൾ ആരാന്ന് മനസ്സിലായി വേണ്ട എന്നെ വിട്ടേക്ക് ചിങ്കം സർ എന്നെ രക്ഷിക്കൂ എന്നെ ജയിലിൽ കൊണ്ടുപോയിടൂ പ്ലീസ് യു ആർ അണ്ടർ അറസ്റ്റ് ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ അറിയാമല്ലോ എംപോസിബിൾ നിന്നെ ഞാൻ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി നല്ല ചൂട് പുട്ടും കടലയും ഉണ്ടാക്കും വേണ്ട സാർ എനിക്ക് ദോശയൊന്നും ചുടാൻ അറിയില്ല അല്ല ജോണേ, നിന്റെ പക്ഷി കുഞ്ഞുങ്ങൾ നിനക്ക് പണി തന്നപ്പോഴാണോ നിനക്ക് എല്ലാം ഓർമ്മ വന്നത്? Watch India's largest kids library only on Geo Hotstar. Download the app now.